നിസ്കാരം പരിപാലിക്കാൻ പറ്റാത്ത, ഇസ്ലാമിന്റെ വേഷവിധാനം സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭൗതിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾക്ക് കഷ്ടമാണ്. നാളെ പരലോകത്ത് നിങ്ങളുടെ മാറത്ത് കയറി നിന്ന് ചവിട്ടി തേച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന മക്കളാ രാവിലെ പൊക്കണമെടുത്തിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. മഖ്ദൂമിയ ദഅവാ കോളേജിൽ നിന്ന് ജുമഅക്ക് അല്പം മുമ്പ് ഇറങ്ങുമ്പോ തൊട്ടപ്പുറത്ത് 50-ലേറെ സ്കൂൾ ബസ്സുകളുള്ള ഒരു വലിയ സ്കൂളുണ്ട്. 60% മുസ്ലിങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഒരൊറ്റ കുട്ടിക്കും ജുമഅയില്ല, ളുഹറുമില്ല, അസ്റുമില്ല. അത് വേറെ കാര്യം, ജുമഅയില്ല. ആ മക്കളുടെ വാപ്പാമാര് അപ്പുറത്തെ പള്ളിയിലിരിക്കുകയാ. അവരാലോചിക്കുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോ പള്ളിയിലല്ല ഇരിക്കുക, കാട്ടിലാണ് കിടക്കുക എന്നുള്ള ചിന്തയില്ല. ഇതുപോലെ നിങ്ങളും ആകാൻ പാടില്ല. പരിസരത്തുള്ള കലാലയങ്ങളുടെ സംസ്കാരങ്ങൾ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് മതകീയമായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയണം. അവിടെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. സമുദായം ചിലതിന് കാതോർക്കാതെ വന്നപ്പോഴാണ് നമ്മുടെ ഖാദിസിയക്ക് സ്കൂൾ തുടങ്ങേണ്ടി വന്നത്. കുട്ടികളെ നിസ്കരിപ്പിക്കാൻ പറ്റുന്ന സ്കൂള്. പരിമിതികളും കുറവുകളും പലതും ഉണ്ടാകും, നമ്മളാണത് പരിഹരിച്ച് വളർത്തേണ്ടത്. അതുപോലെ ഇവിടെ ജമാഅത്തിന്റെ സ്കൂൾ ഉണ്ടെങ്കിൽ അത് ഭദ്രമായ ഇസ്ലാമിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ നാട്ടുകാർക്ക് കഴിയണം, അത് വളർത്തണം. നമ്മുടെ ഒരു ചിന്തയുണ്ട്, എന്താണെന്നറിയോ? അപ്പുറത്തെ സ്കൂളിൽ പോയാലേ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. ഈമാൻ കാര്യത്തെക്കാളും ഇസ്ലാം കാര്യത്തെക്കാളും ഇഹ്സാൻ കാര്യത്തെക്കാളും ഒക്കെ വലുത് എന്റെ കുട്ടി ഇംഗ്ലീഷിൽ മിണ്ടലാണ്. എവിടെ എത്തി നമ്മുടെ സംസ്കാരം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതിൽ തത്തബിഅന്ന സനനല്ലദീന മിൻ ഖബലികും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്. മുഴത്തോട് മുഴം, ചാണോട് ചാൺ നിങ്ങളുടെ മക്കളെത്തും എവിടെ? നിങ്ങൾ പിന്തുടരും രണ്ടു കക്ഷികളെ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, ആൽ യഹൂദു വൻ നസാറ, ജൂസ് ആൻഡ് ക്രൈസ്റ്റ്സ് ആണോ നബിയെ? അതെ തന്നെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബിൽ ലദഖൽതും. ഒരു ഉടുമ്പിന്റെ മടയിലേക്കാണ് പാശ്ചാത്യൻ കയറുന്നത് എന്ന് കണ്ടാൽ നമ്മുടെ കാക്കാമാരുടെ മക്കളും പോവും അങ്ങോട്ട് കയറാൻ. അത് ഇന്നത്തെ ജീൻസിന്റെ പാൻസ് ആണോ ആവോ അറിയില്ല. നമുക്ക് വേണ്ടത് എന്തിനാ മോനെ നീ അത് ഇടുന്നത്? അത് ഇപ്പോഴത്തെ ഫാഷൻ. ഈ ഇറുകി പിടിച്ചിട്ട് നടക്കാൻ പറ്റുമോ? അതൊന്നും ചോദിക്കാൻ പാടില്ല. ഇത് നരച്ചതല്ലേ? ചോദിക്കാൻ പാടില്ല. അത് കീറിയതല്ലേ? ചോദിക്കാൻ പാടില്ല. നീളല്ലല്ലോ? ചോദിക്കാൻ പാടില്ല. നീളം കൂടിയല്ലോ? അതൊന്നുമില്ല. എന്റെ മസ്തിഷ്കം, എന്റെ ബ്രെയിൻ ഏതോ ആളുകളുടെ ആസനത്തിന് കീഴിൽ പണയം വെച്ചു പോയി. അതല്ലേ പറയാനുള്ളത് ഈ സമുദായത്തിന്റെ മക്കൾക്ക്? പ്രിയമുള്ളവരെ, നമുക്കൊരു ചര്യയുണ്ട്. നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ കമാലായ ദീനാണ്. നമ്മുടെ നേതാവെന്ന് പറഞ്ഞാൽ സാഹിബുൽ ബഹ്ജത്തി വൽ കമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണമായ ജീവിത വ്യവസ്ഥിതിയാണ് നമുക്ക് നൽകിയത്. നമുക്ക് നമ്മുടെ മതത്തിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കും പോകേണ്ടതില്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഭൗതികം പഠിക്കണ്ട എന്നല്ല. അനുവദിക്കപ്പെട്ട മുഴുവൻ വിദ്യാഭ്യാസവും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടി മതം പണയം വെക്കേണ്ടതില്ല. ഇവിടെ തലപ്പാവ് ധരിച്ചിരിക്കുന്ന ചില മുതഅല്ലിമീങ്ങളുണ്ട്. അവര് നിങ്ങളുടെ മക്കളെപ്പോലെ +2 കഴിഞ്ഞവരാണ്, നിങ്ങളുടെ മക്കളെപ്പോലെ BA കഴിഞ്ഞവരാണ്, നിങ്ങളുടെ മക്കളെപ്പോലെ B.Ed കഴിഞ്ഞവരാണ്, നിങ്ങളുടെ മക്കളെപ്പോലെ BCom കഴിഞ്ഞവരാണ്, നിങ്ങളുടെ മക്കളെപ്പോലെ MBBS പഠിക്കുന്നവരാണ്, നിങ്ങളുടെ മക്കളെപ്പോലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരാണ്. അത്തരം പഠനങ്ങൾക്ക് വേണ്ടി അവരെ തലപ്പാവ് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ മറക്കേണ്ടി വന്നിട്ടില്ല. അറിയുമോ സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ മതത്തിൽ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ
മതത്തെ ബലി കഴിക്കാതെ നിങ്ങൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നേടാം, അതിന് തകരാറില്ല. പ്രവാസികളായ എന്റെ രക്ഷിതാക്കൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകാം. അള്ളാഹുവിന്റെ മതത്തെ ബലി കഴിച്ചിട്ട് ഭൗതികതയുടെ പ്രമത്തതയിലേക്ക് പുതിയ തലമുറയെ തള്ളിവിടുന്നതിൽ വലിയ പങ്ക് പ്രവാസികൾക്കുണ്ട്. എന്നാൽ മതത്തെ പരിപാലിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഖാദിസിയുടെ സമ്മേളനത്തിൽ 3-4 പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർ SSLC നല്ല മാർക്കോടെ പാസ്സായവരാണ്. അവർ +2 നല്ല മാർക്കോടുകൂടി പഠിക്കുന്നവരാണ്. ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ ആകാൻ പറ്റും, അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് മതത്തെ മറന്നുകൊണ്ട് ഭൗതികതയിലേക്ക് ചാടിക്കേറുകയാണ്.